ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുറച്ചു കാലമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും എന്റെ അമ്മ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കൈക്കൂലിക്ക് വേണ്ടിയോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയോ എന്റെ അമ്മ ഒരു തെറ്റും ചെയ്യില്ല. നിരപരാധിയായ ആരെയും ഉപദ്രവിക്കാൻ എന്റെ അമ്മയ്ക്ക് കഴിയില്ല. എന്നിട്ടും ഈ കുറ്റങ്ങളെല്ലാം എന്റെ അമ്മയുടെ പേരിൽ വന്നു. അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയണം. ആരോടും പകരം ചോദിക്കാനോ പ്രതികാരം ചെയ്യാനോ ഒന്നുമല്ല. സത്യം എന്താണെന്ന് അറിയാൻ, എന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ. അത്രയൊക്കെ അറിയാൻ എനിക്ക് അവകാശമില്ല ചേട്ടാ. അമ്മയും അജയൻ അമ്മാവനും കൂടി ഏതോ ഒരു കേസിന്റെ പുറകെയായിരുന്നു എന്ന് എനിക്കറിയാം. അതെല്ലാം മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ആ കേസിന്റെ അന്വേഷണത്തിനിടയിൽ എന്തോ സംഭവിച്ചു. അതെന്താണെന്ന് ആരും പറയുന്നില്ല. ആ സമയത്ത് അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന ആളായിരുന്നു മാത്യു ചേട്ടൻ. ചേട്ടൻ എന്നെ സഹായിക്കാൻ കഴിയും. പ്ലീസ് ചേട്ടാ, ചേട്ടനറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. മോൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയാമെന്ന് തോന്നുന്നില്ല. ആ സമയത്ത് മാഡം അന്വേഷിച്ചിരുന്ന കേസിനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, മോളുടെ അമ്മ ഒരു നല്ല സ്ത്രീയായിരുന്നു. മാഡം എന്തെങ്കിലും തെറ്റ് ചെയ്തോന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. നിങ്ങൾ തിരിച്ചു വയ്ക്കോളൂ. ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിവരങ്ങൾ തരാൻ കഴിയുന്ന ആരുടെങ്കിലും പേരെങ്കിലും ഒന്ന് പറഞ്ഞതാ. ആ ജീവിതമെല്ലാം കഴിഞ്ഞുപോയ ഒരു ജന്മം പോലെ ഞാൻ മറന്നു തുടങ്ങി. ഇനി വയ്യ, എന്നെ ഒന്നിനും നിർബന്ധിക്കരുത്. പിതാവ് എനിക്ക് തരുന്ന എല്ലാവരും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയുമില്ല. യോഹന്നാൻ 6:37. ചേട്ടനെ തേടി വന്നവരാ ഞങ്ങള്. ഞങ്ങൾക്ക് വഴി കാണിക്കേണ്ടത് ചേട്ടന്റെ കടമയാ. സത്യം തേടി വരുന്നവർക്ക് മുന്നിൽ മുഖം തിരിക്കുന്നത് കർത്താവ് ക്ഷമിക്കില്ല. ചിന്തയും പ്രവൃത്തിയും ഒന്നായാലേ മനസ്സിന് സമാധാനം ഉണ്ടാവൂ ചേട്ടാ. സങ്കീർത്തനം 15:1-2 പറയുന്നത് എന്താ? കർത്താവെ, നിന്റെ കൂടാരത്തിൽ പാർക്കുന്നതാര്? ഹൃദയത്തിൽ സത്യം സൂക്ഷിക്കുന്നവൻ. ചേട്ടൻ എല്ലാ സത്യങ്ങളും അറിയാം, പക്ഷേ ഞങ്ങളോട് നുണ പറയുക. സദൃശവാക്യങ്ങൾ 6, 16, 19 പറയുന്നത് കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. അത് നുണ പറയുന്ന നാവ്, കള്ളസാക്ഷി പറയുന്നവൻ. മതി, ഇനി നിങ്ങളൊന്നും പറയണ്ട. ഒരുപക്ഷെ കർത്താവിന്റെ നിശ്ചയമാവാം. ഞാൻ എല്ലാം പറയാം. നവദുർഗേ വനദുർഗേ സർവവും നീ ചിന്മയി.